ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തത് കുറച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് തോന്നിയത് കമ്പാരിറ്റീവ്ലി ഒരു ഈസി സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. എനിക്ക് പൊതുവേ മാത്സ് പഠിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈയിടെയായിട്ടത് രാവിലെ തന്നെ പഠിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ആ ടാസ്ക് അങ്ങ് കഴിയുമല്ലോ. നമുക്ക് പൊതുവേ രണ്ട് തരത്തിലുള്ള സബ്ജക്റ്റ്സാണ് നമുക്ക് പഠിക്കാൻ മടിയുള്ളത്. ഒന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ, രണ്ട് നമുക്ക് തോന്നും വി ക്യാൻ മാനേജ് ഇട്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്കൊരു മടി വരും പഠിക്കാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ BSc മാത്തമാറ്റിക്സ്. അപ്പോൾ എനിക്ക് ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഐ ക്യാൻ മാനേജ് ഇറ്റ്. പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പം, പക്ഷേ മാത്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര അറിയാമെങ്കിലും ഡെയിലി പ്രാക്ടീസ് വേണ്ട സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് എക്സാമിനത് ബാക്ക് ഫയർ ചെയ്യും. അടുത്ത സെക്ഷൻ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. 2024 ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു കൂടിയത്. ഒരു കുട്ടി ചോദിച്ച ഡൗട്ടാണ് മാത്സിന് PYQ മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ളത്. എനിക്ക് തോന്നിയത് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമുക്ക് PYQ ഒഴിവാക്കാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ PYQ മാത്രം നമുക്ക് ഇനഫ് ആയിരിക്കത്തില്ല. നമുക്ക് PYQ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിപ്പം മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മളതിൻ്റെ ആ കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ, അതും കൂടി നമ്മൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പൊതുവേ PYQവിൽ നല്ലപോലെ റിലേ ചെയ്യുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, GKയുടെ കാര്യത്തിൽ ഞാൻ പൊതുവേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കും. അതിനകത്തുനിന്ന് എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള തീംസാണ് പഠിക്കാറെന്നുള്ളത്. സെയിം ഫോർ ഇപ്പം ഇംഗ്ലീഷിനാണെങ്കിലും മാത്സിനാണെങ്കിലും മലയാളത്തിനാണെങ്കിലും പലപ്പോഴും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് റിപ്പീറ്റഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് PSC ഒരുപാട് റിപ്പീറ്റ് ചെയ്യാറുമുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ഇനഫ്. നമുക്ക് ഇപ്പം GK വളരെ വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷും മലയാളവും മാത്സ് എന്ന് പറയുന്നത് ഒരു 50% ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആർ ഫ്രം ദെയർ. സോ നമുക്കതിനകത്ത് PYQ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ കോൺസെപ്റ്റും ക്ലിയർ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ GKയുടെ ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചു. അതിനകത്ത് ഞാൻ പഠിച്ചത് നവോത്ഥാന നായകന്മാരെന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.